ഇന്ന് ഡേ 2 ആണ്. ഇന്ന് നമ്മൾ ബാങ്കോക്ക് സിറ്റി ടൂറ് അങ്ങനെ കുറച്ച് പരിപാടികളാണ്. കുറേ ടെമ്പിൾസ് ഒക്കെ കാണാൻ പോയി. ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഗോൾഡൻ ബുദ്ധ ടെമ്പിളൊക്കെ ഉള്ളത് വഴിയേ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡ്രസ്സ്. നമ്മളൊക്കെ അമ്പലത്തിലൊക്കെ പള്ളിയിലൊക്കെ പോകല്ലോ, അതോ ഇങ്ങനത്തെ ഡ്രസ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അലരാണ് ക്യാമറ വെക്കണം. നല്ലത് ഞാൻ ക്യാമറ യൂസിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ജസ്റ്റ് ഔട്ട്സൈഡ് ഏരിയ. നമ്മളെ പിക്ക് ചെയ്യാനുള്ള കാർ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് ഭയങ്കര ഒച്ച വരുന്നത്. ഇതുവഴിയായിരിക്കും വണ്ടി വരുന്നത്. നമ്മൾ നോക്കി നിൽക്കുവാണ് വണ്ടി വരാനായിട്ട്. 11 നമ്മൾ വരുമെന്നാണ് പറഞ്ഞാൽ 11 കാലായി. 11 കാലായിട്ടുണ്ടോ? അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയായി. അപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ള കാറ് വന്നു. നമ്മൾ ആദ്യം പോകുന്നത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് അമ്പലങ്ങൾ കാണാൻ സാധിക്കും. ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലെത്തി. ചെന്നപ്പോൾ ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. അവിടെ മഴ പെയ്യായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഭാഗ്യത്തിന് മഴ പെയ്തില്ല. പിന്നെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് അമ്പലത്തിനുള്ളിൽ കയറി. 100 ബാത്തായിരുന്നു ഒരാൾക്കുള്ള പാസിൻ്റെ ചാർജ് വരുന്നത്. അമ്പലത്തിനുള്ളിൽ നമുക്ക് ചെരുപ്പിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുറത്തൊരു റാക്കിൽ ചെരുപ്പ് ഊരി ഇട്ടിട്ട് വേണം അമ്പലത്തിനുള്ളിൽ കയറാനായിട്ട്. പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, മുട്ടിൻ്റെ താഴേക്ക് ഇറക്കമില്ലാത്ത ഡ്രസ്സ് ഇടാൻ പാടില്ല. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അമ്പലത്തിനുള്ളിൽ കയറാനായിട്ട്. ഈവൻ നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ പുറത്ത് സ്കാർഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ട് അത് ചുറ്റിയിട്ട് വേണം അമ്പലത്തിനുള്ളിൽ കയറാനായിട്ട്. അമ്പലത്തിനുള്ളിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് 5.5 ടൺ പ്യുവർ ഗോൾഡിൽ നിർമ്മിച്ചിട്ടുള്ള ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ്. അപ്പോൾ നമ്മളതൊക്കെ കുറച്ച് നേരം ചുറ്റി നടന്ന് കണ്ടു. ഏകദേശം ഒരു 45 മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഈ ബുദ്ധൻ്റെ പ്രതിമയല്ലാതെ അവിടെ മറ്റൊന്നും പ്രത്യേകിച്ച് കാണാനായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിവിടെ എന്തോ ചെറിയൊരു അമ്പലം പോലത്തെ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ കത്തിക്കാനായിട്ടുള്ള എണ്ണയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി വേണം. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ ജെംസ് ഗാലറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇതാണ് നമ്മൾ വന്ന വണ്ടി. അല്ലാതെ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ജെംസ് ഗാലറി. നമുക്ക് കയ്യിലൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തന്നിട്ടുണ്ട്, നമ്മളെ തിരിച്ചറിയാനായിരിക്കും. ജെംസ് ഗാലറിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അവിടെ ഒരുപാട് മേക്കേഴ്സ് ഇരുന്നിട്ട് ഈ പ്രഷ്യസ് സ്റ്റോണുകളൊക്കെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്ക് ആഭരണങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ അവരുടെ ടൂൾസൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. എൻ്റെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ ഈ പ്രഷ്യസ് സ്റ്റോണുകളുടെ സാമ്പിൾസിൻ്റെ ഒരു കളക്ഷൻ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഇതെല്ലാം കട്ട് ചെയ്യാത്ത, പ്രോസസ്സൊന്നും ചെയ്യാത്ത പ്യുവർ റോ ഫോമിലുള്ള പ്രഷ്യസ് സ്റ്റോണുകളാണ്. അതിൽ റൂബി, സഫയർ, എമറാൾഡ്, ടോപ്പാസ്, പേള് അങ്ങനെ എല്ലാ സ്റ്റോണുകളുടെയും കളക്ഷൻ അവർ ഒരു സാമ്പിളായിട്ട് വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് അതിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു കഫറ്റീരിയാണ്. അവിടെ കുറച്ച് ആളുകളിരുന്ന് സ്നാക്സ് കഴിക്കുകയും ടീ കോഫിയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ജെംസ് ഗാലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജെംസ് ഗാലറികളിൽ ഒന്നാണ് തായ്ലൻഡിൽ ഉള്ള ഈ ഒരു ജെംസ് ഗാലറി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രഷ്യസ് സ്റ്റോൺസുകൾ കൊണ്ടുവന്നിട്ടാണ് അവർ ഇവിടുത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല വിലയാണ്, നല്ല എക്സ്പെൻസീവാണ് ഇവിടുത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ. പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പ്രഷ്യസ് സ്റ്റോൺസും പേൾസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ നല്ല വിലയായിരുന്നു. നമുക്കിതെല്ലാം കാണാൻ മാത്രമേ പറ്റുള്ളൂ, ഒന്നും മേടിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല. പേൾ ജ്വല്ലറിയുടെ ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈ പേൾ ജ്വല്ലറി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളത് സൊവനിയേഴ്സും സോപ്പ്, ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എക്സാക്റ്റ് പൂവാണെന്നേ പറയുള്ളൂ. ഇതുണ്ടോ വാട്ടർമെലൺ, ഇത് സോപ്പാണെന്ന് കണ്ടാൽ പറയൂ. ഓറഞ്ചിന്റെ അല്ലി പൊളിച്ചിട്ട് ഇതുപോലെ പേപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ചേക്കാന്നേ പറയുള്ളൂ. മുന്തിരിങ്ങ, പച്ചമുന്തിരിയുണ്ട്, വയലറ്റ് മുന്തിരിയുണ്ട്. ഇവിടെയുണ്ട് കുറച്ച് സോപ്പ്, വാഴക്കൊല തൂക്കിയിട്ടേക്കുന്നു.
നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ മാർബിൾ ടെമ്പിളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ എത്തിയപ്പോൾ അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു കരിക്ക് കട കണ്ടു. നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 കരിക്ക് കുടിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് 2 കരിക്ക് മേടിച്ചു. 50 ബാത്തായിരുന്നു ഒരു കരിക്കിൻ്റെ വില. ആ കരിക്ക് കടയുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കനാലുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ പോയി നിന്ന് കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കരിക്ക് ഷോപ്പിൻ്റെ ബാക്ക് വശമാണെങ്കിൽ പോലും ഒരു തരി വേസ്റ്റ് പോലും അവിടെ കിടപ്പില്ല. ഒരു കരിക്കിൻ്റെ തൊണ്ടോ ഒരു പ്ലാസ്റ്റിക് കവറോ അങ്ങനെ ഒരു സാധനം അവരവിടെ നിന്ന് ഇട്ടിട്ടില്ലായിരുന്നു. ഫുട്പാത്തും എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. തായ്ലൻഡിലൊരു പ്രത്യേകതയാണ്, എവിടെ നോക്കിയാലും നമുക്ക് വേസ്റ്റ് കാണാൻ സാധിക്കത്തില്ല എന്നുള്ളത്. കരിക്കൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആയിട്ട് നമ്മൾ മാർബിൾ ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം മാർബിൾ ടെമ്പിളിനുള്ളിൽ കയറാനായിട്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നതാണ്. 100 ബാത്താണ് ഒരാൾക്ക്. ഷോർട്സ് പറ്റത്തില്ല. ഷോർട്സ് മീൻസ് മുട്ടിൻ്റെ താഴേക്കുള്ള എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും പറ്റില്ല. സ്ലീവ്ലെസ് പറ്റില്ല. ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. തിരക്ക് കുറച്ച് നേരം നോക്കി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മുടെ ഫോട്ടോയുടെ ഔട്ട്പുട്ട് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ടെമ്പിളൊക്കെ വരുമ്പോൾ എന്തൊരു ക്ലാസിക് ലുക്കാണെന്നറിയോ. ഫോട്ടോ കാണാനായിട്ട് അടിപൊളി ഫോട്ടോസ് കിട്ടും. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. നമ്മൾ ഇതിനുള്ളിലേക്ക് കയറാൻ പോയി. എന്തായാലും ചെരുപ്പ് ഊരിയിടണമെന്ന് പുറത്തെല്ലാവരും ചെരുപ്പ് ഊരിയിട്ടേക്കെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഇവിടുത്തെ ടെമ്പിൾസിലെല്ലാം നമ്മൾ ചെരുപ്പ് അലൗഡല്ല. ടേക്ക് ഓഫ് യുവർ ഷൂസ് പ്ലീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷൂസൊക്കെ ഇവിടെ ഊരിയിട്ടിട്ട് കയറിപ്പാം. ഇവിടെ ഷൂ വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ നല്ല നോക്കി എടുത്തോളാൻ പറ്റുമോ? മാർബിൾ ടെമ്പിളിനുള്ളിൽ കയറുമ്പോൾ ബുദ്ധൻ്റെ പല പോസ്റ്ററിലുള്ള സ്റ്റാച്യൂസാണ് വെച്ചിരിക്കുന്നത്. ഓരോ സ്റ്റാച്യൂവിൻ്റെയും ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇംഗ്ലീഷിലും തായ് ഭാഷയിലും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫാസ്റ്റിംഗ് ചെയ്യുന്നൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലൊക്കെ തെളിഞ്ഞിട്ട് മെലിഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സ്റ്റാച്ചു, ഇരിക്കുന്ന സ്റ്റാച്ചു, അങ്ങനെ പല ഗസ്റ്റേഴ്സുള്ള സ്റ്റാച്യൂസാണ് വെച്ചിരിക്കുന്നത്. ചില സ്റ്റാച്യൂസിൻ്റെ സൈഡിൽ ടേബിളിലായിട്ട് ഇങ്ങനെ താമരമൊട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. താമരമൊട്ടാണെന്ന് തോന്നുന്നു. മേ ബി വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ദക്ഷിണയായിട്ട് ഓരോ പ്രാർത്ഥനകളൊക്കെ സാധിക്കാൻ വേണ്ടി വെക്കുന്നതായിരിക്കും. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബുദ്ധേഴ്സും സെയിമാണ്. ഒരാളിരിക്കുന്നു, ഒരാൾ നിൽക്കുന്നു. പക്ഷേ ഇവരുടെ ജസ്റ്റേഴ്സിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതുണ്ടോ? എന്തോ ഇത് കൈ ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കണോ, അതിൽ കയ്യിലൊരു മുദ്ര വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സ്റ്റാൻഡിങ്ങിൽ വേറൊരു മുദ്ര. ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അധികം ബഹളമോ ഒച്ചയോ ഒന്നുമില്ല. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതാണെങ്കിൽ പോലും ഭയങ്കര കാമാണ്. ഇത് ടെമ്പിളിൻ്റെ പേര് മാർബിൾ ടെമ്പിൾ എന്നാണ്. ഇവിടെ ഉള്ള തൂണുകളും എല്ലാം മാർബിളാണ്. ഈ തറയിലെ ഇതെല്ലാം മാർബിളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. തണുപ്പ് കൂടിക്കൂടി ആലാൻ ഫാനൊക്കെ ഇട്ട് അവിടെ നിന്ന് കാറ്റ് കൊണ്ടോണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ മണ്ടയിലത്തെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. കണ്ടോ, തടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ശരിക്കും ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ മണിച്ചിത്രത്താഴിലെ ആ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഒക്കെ പോലെ അതന്നെ ആ ഒരു അങ്ങനത്തെ ഒരു ഇത് വരുന്നല്ലേ. ഇതുണ്ടോ പിന്നെ പൊക്കത്തിലായി മെഴുകുന്നത്. ഇത് ഒറിജിനലാട്ടോ, ശരിക്കും മെഴുകുന്നത്. ഇങ്ങനെ കത്തിക്കുന്നതാണെന്ന് തോന്നുന്നത്. കരിയൊക്കെ ഉണ്ട്. ഇത് മേ ബി ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രയറൊക്കെ വരുന്ന ടൈമിൽ ഇവർ കത്തിച്ച് വെക്കുന്ന തിരിയായിരിക്കും. പാട്ടൂസോ എല്ലാവരും ഇവിടുത്തെ പാട്ടുപുസ്തകമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ആയിരിക്കണം എന്തെങ്കിലും പൂജയോ ഇവരുടേതായ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന സ്ഥലം. അതാണ് ഇതിൻ്റെ ഏരിയയിൽ ഫുള്ള് ഇതുണ്ട്. കുറേ ടേബിൾ പോലത്തെ സാധനങ്ങൾ, അവരുടെ പ്രയർ ബുക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മൈക്ക് സ്റ്റാൻഡൊക്കെ ഇരിപ്പുണ്ട്. ഒരു വശത്ത് ആഘോഷവും നൈറ്റ് ലൈഫും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ അവരുടെ കൾച്ചറിനും മതത്തിനും ടെമ്പിൾസിനുമൊക്കെ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒന്നും പാടില്ല എന്നവർ പറയുന്നില്ല. അവരുടെ മതത്തെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയാതിരിക്കാൻ പോയി. അങ്ങനെ ഒരു കൾച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സൂപ്പർ.
മാർബിൾ ടെമ്പിളൊക്കെ ചുറ്റി നടന്ന് കണ്ട് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിയോട് കൂടി നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ നല്ലൊരു അടിപൊളി ചേട്ടനെ കണ്ടു. ദേ വരുന്നു നമ്മുടെ ചേട്ടൻ. എന്നാ മസിലല്ലേ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. ഈ തായ്ലൻഡിലെ ഒരു ഭൂരിഭാഗം ആൾക്കാരും അവരുടേതായ രീതിയിൽ എന്തെങ്കിലും കച്ചവടങ്ങളോ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്കത് കാണുമ്പോൾ അവരുടെ അടുത്തൊരു പ്രത്യേക റെസ്പെക്റ്റ് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. ഇനി 3rd ഡേയുടെ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.